നമസ്കാരം, UK മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. NHSലെ റെസിഡൻസ് ഡോക്ടർമാർ ശമ്പള വർധന കരാർ അംഗീകരിച്ചതോടെ മാസങ്ങളായി തുടരുന്ന സമര ഭീഷണിക്ക് വിരാമമാകുന്നു. മുൻപ് ജൂനിയർ ഡോക്ടർമാർ എന്നറിയപ്പെട്ടിരുന്ന റെസിഡൻസ് ഡോക്ടർമാർ 6.6% ശമ്പള വർധന അംഗീകരിച്ചതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷത്തേക്ക് ശരാശരി 4.9% വർധന ഇതിനകം പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും പുതിയ കരാർ പ്രകാരം അടുത്ത ഏപ്രിൽ അധികമായി 1.7% കൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതോടെ 2026-27 കാലയളവിൽ റെസിഡൻസ് ഡോക്ടർമാരുടെ തുടക്ക ശമ്പളം 38,831 പൗണ്ടിൽ നിന്ന് 41,226 പൗണ്ടായി ഉയരും. ഏറ്റവും പരിചയസമ്പന്നരായ റെസിഡൻസ് ഡോക്ടർമാർക്ക് 2027-28 73,992 പൗണ്ടിൽ നിന്ന് 80,732 പൗണ്ടായി ഉയരും. അധിക ജോലി സമയവും മറ്റ് അലവൻസുകളും ഉൾപ്പെടുമ്പോൾ ഇവരുടെ ശരാശരി വരുമാനം 1 ലക്ഷം പൗണ്ടിന് മുകളിലായിരിക്കുമെന്നാണ് കണക്കുകൾ. 2023 മാർച്ച് മുതൽ തുടർച്ചയായി നടന്ന സമരങ്ങൾ NHSന് വലിയ തിരിച്ചടിയായിരുന്നു. ഇതുവരെ നടന്ന സമരങ്ങളുടെ ചിലവ് ഏകദേശം 15 ലക്ഷം ശസ്ത്രക്രിയകൾക്കോ 1.5 കോടി ഔട്ട് പേഷ്യൻസ് അപ്പോയിന്റ്മെന്റുകൾക്കോ വേണ്ടിയുള്ള തുകയ്ക്ക് തുല്യമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ മാസം നടക്കാനിരുന്ന 16ാമത്തെ സമരം സർക്കാർ അവസാന നിമിഷം മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ തുടർന്ന് നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു. പുതിയ കരാറിൽ ശമ്പള വർധനയ്ക്കൊപ്പം ഡോക്ടർമാരുടെ ശമ്പള ഘടനയിലും മാറ്റം വരുത്തും. നിലവിൽ പരിശീലന വർഷങ്ങളിലായി ഘട്ടം ഘട്ടമായി ലഭിക്കുന്ന വർധനകൾ ഇനി കൂടുതൽ വേഗത്തിലും വർഷത്തിൽ 2 തവണയും ലഭിക്കുന്ന രീതിയിലാകും. നിർബന്ധിത പരീക്ഷാ ഫീസ്, പ്രൊഫഷണൽ അംഗത്വ ചെലവുകൾ, പോർട്ട്ഫോളിയോ ചെലവുകൾ തുടങ്ങിയവയ്ക്ക് കൂടുതൽ തിരിച്ചടവ് നൽകാനും സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ UKയിൽ പഠനം പൂർത്തിയാക്കിയ മെഡിക്കൽ ബിരുദധാരികൾക്ക് പരിശീലന സ്ഥാനങ്ങളിൽ മുൻഗണന നൽകുകയും 4,500 പുതിയ പരിശീലന സ്ഥാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. രോഗികൾക്കും NHSനും സ്ഥിരത നൽകുന്ന തീരുമാനമാണിതെന്ന് ആരോഗ്യ സെക്രട്ടറി ജെയിംസ് മറി പറഞ്ഞു. എന്നാൽ ശമ്പള പുനഃസ്ഥാപനത്തിനായുള്ള പോരാട്ടം ഇതോടെ അവസാനിക്കുന്നില്ലെന്ന് BMA വ്യക്തമാക്കുന്നുണ്ട്. ഉയർന്ന മോർഗേജ് പലിശ നിരക്കുകൾ ഭവന വിപണിക്ക് തിരിച്ചടിയായതോടെ UKയിൽ വീട് വിൽപ്പന വൻ പ്രതിസന്ധിയിൽ. ഈ വർഷം ജനുവരി മുതൽ വിൽപ്പനയ്ക്കായി വിപണിയിലെത്തുന്ന വീടുകളിൽ 5-ൽ 3 ഭാഗവും ഇതുവരെ വിറ്റുപോയിട്ടില്ലെന്ന് പ്രമുഖ പ്രോപ്പർട്ടി പോർട്ടലായ സൂപ്ലയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബാങ്ക് പലിശ നിരക്കുകൾ ഉയർന്നതോടെ വാങ്ങാൻ ആളുകൾ മടിക്കുന്നതും ചിലയിടങ്ങളിൽ വിൽപ്പനക്കാർ അമിത വില ഈടാക്കുന്നതുമാണ് ഈ മന്ദഗതിക്ക് കാരണം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് UKയിലെ ആകെ വീട് വിൽപ്പനയിൽ 7% കുറവുണ്ടായപ്പോൾ വെയിൽസിൽ 12%, ഈസ്റ്റ് മിഡ്ലാൻഡ്സിൽ 11% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ആദ്യമായി വീട് വാങ്ങാൻ ഒരുങ്ങുന്നവരെയാണ് പലിശ നിരക്കിലെ ഈ വർധനവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഏപ്രിലിൽ നിരക്കുകൾ കുതിച്ചുയർന്നതോടെ സാധാരണക്കാരുടെ പ്രതിമാസ മോർഗേജ് ചെലവിൽ ശരാശരി 125 പൗണ്ടിന്റെ അധിക ബാധ്യതയാണ് ഉണ്ടായത്. ലണ്ടൻ പോലുള്ള വൻ നഗരങ്ങളിൽ 232 പൗണ്ട് വരെയായി ഉയർന്നു. മാർച്ച് തുടക്കത്തിൽ 4.83% 2 വർഷത്തെ ഫിക്സഡ് മോർഗേജ് നിരക്ക് ഏപ്രിൽ 5.90% വരെ ഉയർന്ന് നിലവിൽ 5.54% വരെ എത്തിയിട്ടുണ്ട്. നിരക്കുകളിലെ ഈ അസ്ഥിരത കാരണം UKയിലെ വീട് വാങ്ങാനുള്ള ആളുകളുടെ താല്പര്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15% കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ വിപണിയിലെത്തുന്ന 1-2 ബെഡ്റൂം ഫ്ളാറ്റുകൾ ഭൂരിഭാഗവും വിറ്റഴിക്കപ്പെടാതെ കിടക്കുകയാണെങ്കിലും 2-3 ബെഡ്റൂം വീടുകളിൽ വിൽപ്പനയിൽ കാര്യമായ മാറ്റമില്ല. ശരിയായ വില നിശ്ചയിച്ചിട്ടുള്ള പ്രോപ്പർട്ടികൾ ഇപ്പോഴും വിറ്റുപോകുന്നുണ്ടെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വം, ജീവിത ചെലവ് വർധനവ്, വാടക മേഖലയിലെ പുതിയ നിയമ പരിഷ്കാരങ്ങൾ, ഉയർന്ന നികുതി നിരക്കുകൾ എന്നിവയും നിലവിലെ മന്ദഗതിക്ക് കാരണങ്ങളാണ്. എങ്കിലും അടുത്ത മോർഗേജ് നിരക്കുകളിൽ നേരിയ കുറവ് ദൃശ്യമായത് വരും ദിവസങ്ങളിൽ വിപണിക്ക് ചെറിയ ആശ്വാസം നൽകിയേക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ആഴ്ചയിലെ റെക്കോർഡ് ചൂടിന് പിന്നാലെ UKയിൽ താപനില കുറഞ്ഞെങ്കിലും ജൂലൈ ആദ്യവാരത്തോടെ വീണ്ടും കനത്ത ഹീറ്റ് വേവ് രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം. അടുത്തയാഴ്ചയോടെ ഇംഗ്ലണ്ടിലും വെയിൽസിലും താപനില വീണ്ടും 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നേക്കാം. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ കടുത്ത ഈർപ്പവും അസ്വസ്ഥതയും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് മെറ്റ് ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നോർഫോക്കിലെ
ലീവ്വുഡിൽ 37.7 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതോടെയാണ് ജൂൺ മാസത്തിലെ യുകെയിലെ എക്കാലത്തെയും പുതിയ ചൂട് റെക്കോർഡ് സ്ഥാപിക്കപ്പെട്ടത്. 1957-ലും 1976-ലും രേഖപ്പെടുത്തിയ 35.6 ഡിഗ്രി സെൽഷ്യസ് എന്ന പഴയ റെക്കോർഡ് ഇതോടെ തകർന്നു. പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നുള്ള ഉയർന്ന അന്തരീക്ഷ മർദ്ദം ഇംഗ്ലണ്ട്, വെയിൽസ് ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതായാണ് താപനില വീണ്ടും ഉയരാൻ കാരണം. UK കൂടാതെ ജർമ്മനി, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും കടുത്ത ഉഷ്ണതരംഗമാണ് അനുഭവപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ജൂൺ 21 ശേഷം യൂറോപ്പിലുണ്ടായ ഹീറ്റ് വേവിനെ തുടർന്ന് 1300-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണമാണ് ഹീറ്റ് വേവുകൾ ഇത്രയധികം ശക്തമാകുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബ്രിട്ടന്റെ ഭരണരീതി തന്നെ മാറ്റിമറിക്കുന്ന ആൻഡി ബെൻഹാമിന്റെ പുതിയ വാഗ്ദാനം വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിമാറുന്നു. അധികാരം ലണ്ടനിലെ വൈറ്റ് ഹാളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് മാറ്റി എല്ലാ പോസ്റ്റ് കോഡിലും മികച്ച വളർച്ച ഉറപ്പാക്കുമെന്നാണ് ബെൻഹാമിന്റെ നിലപാട്. എന്നാൽ ഈ വൻ ഭരണ പരിഷ്കരണത്തിന് എത്ര ചെലവ് വരും എന്നത്, പണം കണ്ടെത്തുന്നത് എങ്ങനെ, നികുതി ഉയരുമോ, കടമെടുപ്പ് കൂടുമോ എന്ന മേഖലകളിൽ ചിലവ് കുറയുമോ തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിമർശനം. 10 വർഷം നീളുന്ന വലിയ മാറ്റത്തിനാണ് ബെൻഹാം ജനങ്ങളുടെ പിന്തുണ തേടുന്നത്. യുദ്ധാനന്തര കാലത്ത് ശേഷമുള്ള ഏറ്റവും വലിയ കൗൺസിൽ ഹൗസ് നിർമ്മാണ പദ്ധതി, വില കുറഞ്ഞ വൈദ്യുതി, വ്യവസായവൽക്കരണം, പിന്നോക്ക പ്രദേശങ്ങളുടെ നവീകരണം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക ബാധ്യതയും പ്രായോഗികതയും വ്യക്തമാക്കേണ്ടതുണ്ടെന്നതാണ് വിമർശകരുടെ വാദം. മൂലധന ലാഭ നികുതി ഉയർത്തൽ, ഭൂമി വില അടിസ്ഥാനമാക്കിയുള്ള നികുതി, പെൻഷൻ, ട്രിപ്പിൾ ലോക്കിൽ മാറ്റം തുടങ്ങിയ സാധ്യതകൾ ചർച്ചയിലുണ്ടെങ്കിലും ഇവയെക്കുറിച്ച് പ്രസംഗത്തിൽ ബെൻഹാം വ്യക്തമാക്കി പരാമർശിച്ചിട്ടില്ലെന്നും വിമർശനമുണ്ട്. ഗെറ്റ് മാഞ്ചസ്റ്റർ മേയർ ആയിരുന്ന കാലത്തെ മാഞ്ചസ്റ്റർ മാതൃക രാജ്യവ്യാപകമായി നടപ്പിലാക്കാനാണ് ബെൻഹാം ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചില പ്രവർത്തനങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് മാറ്റുന്ന നമ്പർ 10 നോർക്ക് ആശയവും ഇതിന്റെ ഭാഗമാണ്. എന്നാൽ മാഞ്ചസ്റ്ററിലെ വളർച്ചാ ഫണ്ട് ആഡംബര കെട്ടിട വികസനങ്ങൾക്ക് ഉപയോഗിച്ചതായും സാമൂഹിക ഭവന നിർമ്മാണത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുറഞ്ഞ സാമ്പത്തിക വളർച്ച, ഉയരുന്ന തൊഴിലില്ലായ്മ, വൻ ദേശീയ കടം തുടങ്ങിയ വെല്ലുവിളികളുള്ള സമയത്ത് ഭരണകേന്ദ്രം മാറ്റുന്നത് മാത്രം സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. യുകെയിലെ മാതൃപരിചരണ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റം വരുത്തണമെന്നും ഗർഭിണികൾക്കായി പ്രത്യേക മെറ്റേണിറ്റി എമർജൻസി വിഭാഗങ്ങൾ ആരംഭിക്കണമെന്നും ദേശീയ അവലോകന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് അപകടത്തിലാകുന്ന ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ആശുപത്രികൾ പ്രത്യേക ടിയാജ് സംവിധാനം വേണമെന്നാണ് ബറോണസ് അമോസ് അധ്യക്ഷനായ സമിതിയുടെ പ്രധാന നിർദ്ദേശം. മുതിർന്ന മിഡ്വൈഫർമാരും പ്രസവ വിദഗ്ധരും 24 മണിക്കൂറും ലഭ്യമാകണമെന്നും ഗർഭിണികളുടെ ആശങ്കകൾ പലപ്പോഴും അധികൃതർ ഗൗരവമായി എടുക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ വിവിധ ആശുപത്രികളിലുണ്ടായ വിവാദങ്ങളുടെയും ഒഴിവാക്കാമായിരുന്ന മരണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട്. നോട്ടിംഗ്ഹാം NHS ട്രസ്റ്റിൽ മാത്രം 2012 മുതൽ 520 കേസുകളിൽ മരണമോ ഗുരുതര വീഴ്ചയോ സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. മതിയായ മുതിർന്ന ഡോക്ടർമാർ ഇല്ലാത്ത ചെറിയ മാതൃവിഭാഗങ്ങൾ അടച്ചുപൂട്ടാനും ബാധിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് സ്വതന്ത്ര അന്വേഷണം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സ്വന്തം വീഴ്ചകൾ ആശുപത്രികൾ തന്നെ സ്വയം പരിശോധിക്കുന്ന രീതിക്കെതിരെയും റിപ്പോർട്ടിൽ വിമർശനങ്ങളുണ്ട്. മാതൃപരിചരണ രംഗത്ത് വംശീയതയും വിവേചനവും നിലനിൽക്കുന്നുണ്ടെന്നും കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളെ മാതൃമരണ നിരക്ക് വെള്ളക്കാരെ അപേക്ഷിച്ച് 3 ഇരട്ടിയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മോശം അനുഭവം ഉണ്ടായതായി പരാതിയുണ്ട്. വലിയ ജനകീയ പങ്കാളിത്തത്തോടെ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യുകെയിലെ ആദ്യ മെറ്റേണിറ്റി ആൻഡ് നിയോണേറ്റൽ കമ്മീഷണറെ നിയമിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ പൊതു അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ചില കുടുംബങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.